ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ ആണെങ്കിൽ അഭിനെ എല്ലാവരുടെയും മുമ്പിൽ അഭി ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ നയന വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ ചേച്ചി, കുറച്ച് കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഭിയുടെ ഭാഗത്ത് എത്ര തന്നെ തെറ്റുകളുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കണം. അതുപോലെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ കാണിക്കുന്നത് തെറ്റാണ്, അഭി നല്ലവനല്ല, അത് ശരിയാണ്. പക്ഷേ എങ്കിലും നീ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനെ അപമാനിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമാകും. കൂടെ അഭിക്ക് നിന്നോട് ദേഷ്യവും വെറുപ്പും ഒക്കെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് നീ ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നവ്യ പറഞ്ഞിട്ട്, സോറി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോഴത്തെ എൻ്റെ ഒരു ദേഷ്യത്തിന് ഞാൻ കാണിച്ചതാണ്. നയനയുടെ കഴിവിനെ അഭിയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുണ്ടായ ഒരു ടെൻഷനും ദേഷ്യവും കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നവ്യയുടെ കാമുകനെ പിടികൂടി എന്നൊക്കെ പറഞ്ഞ് പോലീസ് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിനും പക്ഷെ അത് അദ്ദേഹം നേരത്തെ മുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തിരിച്ചറിയാണ്. അങ്ങനെ അവസാനം അവൻ എൻ്റെ കയ്യിൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അഭി കേൾക്കുകയും അഭി എന്നിട്ട് അവനെ വിളിക്കുകയും ചെയ്യുമ്പോഴത്തേക്കിനും അവൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇല്ല, ഞാനിപ്പോൾ പുറത്താണ്, സാരമില്ല, എനിക്കിപ്പോൾ ഞാൻ പുറത്തായതുകൊണ്ട് തന്നെ കുറേ ചിലവുകളുണ്ട്, അതിനുള്ള പണം അയച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാൻ. ഒരു നിമിഷം അഭി നന്നായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ ഫോൺ ചെയ്യുകയാണ്. അനി ഫോൺ വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കനകം അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് കേട്ടോ. ആരെയാണെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് അമ്മ അവിടെ ഇല്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കനകം വിചാരിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അവിടെ ഇല്ലെന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്, അപ്പോൾ ഇതിപ്പം നന്ദൂരെ തന്നെയാണ് വിളിക്കുന്നത്, എൻ്റെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഉടനെ ഓരോ ഇങ്ങനെ ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടൊക്കെ അനി സംസാരിക്കുകയാണ്. ഞാനിത് എന്തൊക്കെ കേൾക്കണം, ഞാനിത് എന്തൊക്കെ കാണണോ എന്നിങ്ങനെ കനകം അവിടെ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പിന്നെയും നമ്മുടെ അനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിൻ്റെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പുറത്ത് പോയിന്ന് ഇങ്ങനെ അനാമിക തിരിച്ച് മറുപടി പറയാണ്. ആ സമയത്ത് അച്ഛനും ഇല്ലേ എന്നിങ്ങനെ അനി ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ ഇങ്ങനോട് പറഞ്ഞത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകരുത്, അങ്ങേരും പോയല്ലേ, എനിക്ക് വയ്യ, ഇനി എന്തൊക്കെ അവിടെ നടക്കുമോ, എന്തൊക്കെ സംഭവിക്കുമോ, എനിക്ക് കൈ ഓടുന്നില്ല, കാല് ഓടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുകയാണ് നമ്മുടെ കനകം. ഇതേ സമയത്ത് എന്നാൽ ഒന്ന് തരുമോ എന്നിങ്ങനെ നമ്മുടെ അനി ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് തരുമോ എന്ന്. അല്ല എന്തായിരിക്കും ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇച്ചിരി റൊമാൻറ്റിക് രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കനകത്തിന് ആകെ ടെൻഷനാകുകയാണ്. കനക, അയ്യോ ഞാനിത് എന്തൊക്കെ കേൾക്കണം എന്ന് എനിക്ക് വയ്യ, ഇല്ലില്ല ഞാൻ സമ്മതിക്കില്ല, ഒന്നിനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. നമ്മുടെ അനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും മനസ്സനുവാദിക്കാഞ്ഞിട്ട് ഓടി അനിയുടെ അടുക്കിലേക്ക് എത്തുകയാണ് നമ്മുടെ കനകം. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അനി പേടിച്ചു പോവാണ്. എന്താ അത് പിന്നെ കറണ്ട് അടിക്കുന്നു, ഷോക്ക് ഏൽക്കും, അതുകൊണ്ട് ഷോക്ക് ഏൽക്കുമോ ആൻറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, അത് പിന്നെ അവിടെ ഷോക്ക് ഏറ്റു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആൻറ്റി എന്ത് പറ്റി പറ, എന്താ കാര്യം എന്താ, അത് പിന്നെ ഇത് എ സിയുടെ വയർ എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ അത് ഓൺ ചെയ്താൽ മോന് ഷോക്ക് അടിക്കില്ലേ, അത് ഞാൻ മുൻകൂട്ടി പറയാൻ വേണ്ടി ഇവിടെ എത്തിയതാണെന്ന് പറയാണ് നമ്മുടെ കനകം. എ സിക്ക് വയറോ, എന്താ എ സിക്ക് വയറില്ലേ, എ സിക്ക് വയറുണ്ടായാലും എന്താ കുഴപ്പം എന്നിങ്ങനെ നമ്മുടെ കനകം ചോദിക്കുകയാണ്. പിന്നെയും ആൻറ്റി എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല മോനെ, ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. അല്ല ഫോണിൽ ആരാ, അത് പിന്നെ അനാമികയോ അനാമിക ആൻറ്റി എന്താ, എന്നാ ഒന്ന് സംസാരിക്കാൻ തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അനാമികയോട് പറയാണ്, ഇത് ആൻറ്റിക്ക് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കനകം ഹലോ വെച്ചിട്ട് അനാമിക ഹലോ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ കനകത്തിന് മനസ്സിലാകുകയാണ് ഇത് അനാമിക തന്നെയാണെന്ന് മനസ്സിലാകുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കനകം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ തെറ്റിദ്ധരിച്ചു, അനിമോൻ എന്തായാലും നല്ലൊരു കുട്ടിയാണ്, അങ്ങനെ ചീത്ത സ്വഭാവമൊന്നും ഉള്ള ആളല്ല, പക്ഷെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, ഞാൻ ഫോൺ മേടിച്ചത് തന്നെ ഇനി നന്ദുവാണോ എന്ന് ഓർത്തിട്ടായിരുന്നു, എന്തായാലും വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അനാമിക, സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ കയറി വന്നോളും ശല്യം എന്ന് പറയുമ്പം, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പൊന്നും ആകുന്നില്ല എന്നിങ്ങനെ നമ്മുടെ കനകവും പറയാണ് കേട്ടോ. അതായത് അനാമിക മനസ്സിൽ വിചാരിച്ച കാര്യം കനകം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അനിയുടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചു കേട്ടോ, ഞാൻ ചുമ്മാ വന്നാൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെയും തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഹനി നല്ല ചെറുക്കനാണ്, പക്ഷെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, എന്ത് ചെയ്യാൻ, എൻ്റെ പൊട്ട ബുദ്ധി, ഒരമ്മയുടെ വേദന ഒരമ്മയ്ക്കല്ലേ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് കനകം അങ്ങനെ പോവുകയാണ്. അപ്പോൾ കനകം ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ അനിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ സംസാരിക്കുകയാണ്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകവും അതുപോലെ തന്നെ നവ്യയും നയനയും എല്ലാം കൂടെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കനകമാണെങ്കിൽ 2-3 വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഒടിച്ച് കളയുന്നുണ്ട് കേട്ടോ. എന്തിനാ ചേച്ചി ആ വെണ്ടയ്ക്കൊക്കെ ഒടിച്ച് കളയുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കനകമാണെങ്കിൽ നമ്മുടെ നവ്യയുടെ കാമുകനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും വെണ്ടയ്ക്ക കൈ കിട്ടിയത്, അങ്ങനെ ഒടിച്ച് കളഞ്ഞതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ ആലോചിച്ച് അങ്ങ് ഒടിച്ച് കളഞ്ഞ സോറി എന്ന് പറയുമ്പോൾ സോറി ഒന്നും വേണ്ട, ആ ഒടിച്ച് വെണ്ടയ്ക്കൊക്കെ അങ്ങ് ചേച്ചി തന്നെ അങ്ങ് വാങ്ങിച്ചാൽ മതിയെന്ന് കടക്കാരനും പറയണം കേട്ടോ. ആ വാങ്ങിച്ചോളാം എന്ന് പറയണം. ഇതേ സമയത്ത് അവിടെ ഒരു പൊരിഞ്ഞ അടി നടക്കണം കേട്ടോ. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ചെറുക്കനെ എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പം എന്താ മോളെ എന്താ കാര്യം എന്താണെന്ന് ഇങ്ങനെ കനകം ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, അവൻ എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നു, അവൻ എന്നോട് എന്ത് ഭാഷയാണ് പറഞ്ഞതെന്ന് ആൻറ്റിക്ക് അറിയുമോ, ഇവനെ ഒന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, പെൺകുട്ടികൾ ധൈര്യമായിട്ട് നിന്നാലേ ഇവനെ പോലുള്ള തെമ്മാടികൾ ഇനി ഇവിടെ വളരാതിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊരിഞ്ഞ അടിയാണ്, എടുത്തിട്ട് അടിക്കുകയാണ്. നിലം ആ ഒരു മാർക്കറ്റ് റൗണ്ട് ചുറ്റും അടിക്കുകയാണ് ആ പെൺകുട്ടി ആ ഫ്രോഡിനെ. ഇത് കാണുമ്പോൾ കനകം പറയുന്നുണ്ട്, കണ്ടോ ദേ അവനെ കിട്ടുവാണെങ്കിൽ നീ ഇതുപോലെ തന്നെ എടുത്തിട്ട് അടിക്കണോ അവനെ, ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വേണം പെൺകുട്ടികൾ, അത് ഇത്ര പേര് നോക്കി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ദയയും കൂടാതെ അവളോട് മോശമായി സംസാരിച്ചവനെ അവൻ എടുത്തിട്ട് അടിക്കുന്ന കണ്ടോ, ഇനി ഒരുത്തനും ഇങ്ങനെ ഒന്ന് പറയാനും ഒന്നും ചെയ്യാനും മുതിരരുത്, ഇങ്ങനെ വേണം പെൺകുട്ടികൾ കേട്ടോ നവ്യ എന്നൊക്കെ പറഞ്ഞവരെന്ന് പറയുമ്പോഴത്തേക്കിനും നയന പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നത്, ചേച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വാശിയും വൈരാഗ്യം കൂടുതലേ ഉള്ളൂ, പിന്നെ നിന്നെ പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണോ നവ്യേ, നീ അവനെ കൺമുന്നിൽ കിട്ടി ഇതുപോലെ ശരിക്കും പെരുമാറിക്കണം കേട്ടോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ ചിരിച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഈ അടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടേക്ക് ആദി പറഞ്ഞിട്ടുണ്ട്. ആദി വന്നിട്ട് ഇടി എന്താ നീ കാണിക്കുന്നത്, ഇത്രയും പേരുടെ മുമ്പിൽ എന്തിനാണ് നീ അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കനെ പറഞ്ഞു വിടുകയാണ്. നീ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് ആദിക്ക് അറിയുമോ എന്ന് ചോദിക്കണം. ഇതാ നിൻ്റെ കുഴപ്പം, വന്നില്ല അതിന് മുൻപ് നീ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കാറിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നതൊക്കെ, ഇങ്ങനെ കാറിലേക്ക് കയറ്റാണ്. പിന്നെ ആ കാറങ്ങ് പോവുകയാണ്. പക്ഷെ ആദ്യം കാണുന്നില്ല കേട്ടോ ഇവിടെ നവ്യ നയനയും കനകമൊക്കെ നിൽക്കുന്നത്. അങ്ങനെ കനകം ഇങ്ങനെ ജസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ആദ്യം ആ കാറിൽ പോകുന്ന കാണുന്നുണ്ട്. ആദ്യയുടെ കൂടെ ആ പെൺകുട്ടീനെയും കാണുന്നുണ്ട്. ഇതാരാ എന്നാലും മരുമോൻ്റെ കൂട്ടത്തിലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളാണ്. ആദിയുടെ ഒരു കാമുകി എന്നൊക്കെ ഒരു രീതിയിലായിരിക്കും കഥകൾ ഇനി മുൻപോട്ട് പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഞാൻ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാണാൻ ഇതുപോലുള്ള എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.